അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം? ഞാനിവിടെ രാവിലെ ഒരു 5:30 മണിയായിരിക്കണം നേരെ കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് മദ്രസ ഉണ്ട് 6 മണിക്ക് 6:15 പോവും. നമ്മളെ പൊന്നൂസും മനൂട്ടനും കേട്ടോ. അപ്പോൾ അവർക്ക് ചായയൊക്കെ റെഡിയാക്കി കൊണ്ട് നിൽക്കുകയാണ്. ഇക്കന്ന് രാവിലെ തന്നെ കാടമുട്ട കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി 5:30 മണിക്ക് തന്നെ ഇക്ക പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇക്ക കാൽച്ചായൊക്കെ കുടിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ കാടമുട്ട കൊണ്ടുപോയി കൊടുക്കാൻ രാവിലെ പോയിട്ട് മലപ്പുറം ഹോൾസെയിൽ കൊടുക്കാനാണ് പോണത്. ഹോൾസെയിൽ കടയ്ക്ക് രാവിലെ എത്തിക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇക്ക രാവിലെ തന്നെ പോയിക്കണ്. അപ്പം ഇപ്പോൾ 1:30 കേട്ടോ കാടമുട്ട കൊണ്ടുപോകുള്ളൂ. കാരണം ഇപ്പോൾ കുറച്ച് കാടകളേ ഉള്ളൂ കേട്ടോ. മറ്റേ ഡെയിലി കൊണ്ടുപോയിരുന്നു മലപ്പുറത്തേക്ക്. ഇപ്പോൾ 1:30 കൊണ്ടുപോകലുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് കൊണ്ടുപോയിക്കണം, ഇനി നാളെ കൊണ്ടുപോകില്ല. അപ്പോൾ ബാക്കിയുള്ള ഞാൻ കുട്ടികൾക്ക് എല്ലാവർക്കും ചായ കൊടുത്ത് മക്കളൊക്കെ മദ്രസക്ക് അതിൻ്റെ ഇടയിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നും വീഡിയോ എടുക്കാൻ അയക്കൂല. അപ്പോൾ അങ്ങനെ മക്കളൊക്കെ പോയി ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെയുള്ള രാവിലത്തെ ചായ അങ്ങോട്ട് കാച്ചി വെച്ചിക്കണ്. പിന്നെ തേങ്ങയൊക്കെ ഒന്ന് പൊട്ടിച്ച് കൊണ്ടുവന്ന് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നുണ്ടായി എന്താ കടി, രാവിലെ ചിന്ത എന്താ കടി, എന്താ ഉണ്ടാക്കുക എന്നുള്ള ചിന്തയാണ് എന്ന് രാവിലെ എണീറ്റാൽ. അപ്പോൾ ഇവിടെ ദോശ ആകുമ്പോൾ ഒരാൾക്ക് പറ്റില്ല, നൂലപ്പം ആകുമ്പോൾ വരണ്ടാക്കാൻ പറ്റില്ല, പുട്ടാകുമ്പോൾ ഒരാൾക്ക് പറ്റില്ല. അങ്ങനെ പല പല താല്പര്യങ്ങളും ഇഷ്ടങ്ങളുമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഏതായാലും കട്ടിപ്പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ നോമ്പിന് മിറാജിൻ്റെ നോമ്പിന് ഇറച്ചി കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ പകുതി ഫ്രിഡ്ജിക്ക് വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാണ്. അതുകൊണ്ട് കൂടെ അത് ഉച്ചക്കൊക്കെ ഉണ്ടാക്കി വെക്കാം, നമുക്ക് രാവിലെ ചായക്കടിക്ക് എടുക്കും ചോദിച്ചാൽ ബാക്കിയുള്ളത് ഉച്ചക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പം എന്താണ് വരട്ടി എടുത്താൽ കട്ടിപ്പത്തിരിക്ക് നല്ല ടേസ്റ്റാണ്. ചിക്കൻ നന്നായിട്ട് തന്നെ വരട്ടി വെച്ചാൽ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം അങ്ങോട്ട് മുക്കി വെക്കും കേട്ടോ. കാരണം ചിലപ്പോൾ നമ്മളൊരു കണക്ക് സുമാറിനാണ് വെള്ളം വെക്കണതാണ് പത്തിരി വാട്ടാൻ, അപ്പോൾ പൊടി വാട്ടാൻ കേട്ടോ. അപ്പോൾ അതിന് കറക്റ്റ് ചിലപ്പോൾ വെള്ളം കൂടുമോ വിചാരിച്ചു കാരണം കുറച്ച് വെള്ളം അങ്ങോട്ട് മുക്കി വെക്കും. പക്ഷെ കൂടുതലില്ല കേട്ടോ, നമ്മൾ വെക്കണ വെള്ളം കറക്റ്റ് തന്നെ ആവലുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടിയിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ സദാ നല്ലോണം വാട്ടിയെടുത്ത നമ്മൾ നെയ്സ് പത്തിരീൻ്റെ അതേപോലത്തെ നല്ല സോഫ്റ്റ് പത്തിരി തന്നെ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ ആ വെള്ളം അയക്കന്നിച്ചിട്ട് അങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ എടുക്കുന്ന വെള്ളം കറക്റ്റ് തന്നെ ആവും, പക്ഷെ എന്നാലും വെള്ളം കൂടുമെന്ന് വിചാരിച്ച് കുറച്ച് അങ്ങോട്ട് മാറ്റി വെക്കാറുണ്ട് എന്നും. അങ്ങനത്തെ ആ പൊടിയൊക്കെ കുഴച്ചെടുക്കാനുള്ള ഒരുക്കത്തിലാണ്. അതിൻ്റെ ഇടയിൽ ഇതാ കുറച്ച് കാടമുട്ട ഞാൻ പുഴുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ 2 കാടമുട്ട എല്ലാവർക്കും രാവിലെ ഒന്ന് പുഴുങ്ങി കൊടുക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിങ്ങാൻ വേണ്ടി വെച്ചതാണ്. ഇപ്പോൾ പൊട്ടിയ കാടമുട്ട കുറേ ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ഈ കുറച്ച് ഇപ്പം അല്ലാതൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും ഞങ്ങൾക്ക് പുഴുങ്ങാനുള്ളത് പൊട്ടിയ കാടമുട്ട തന്നെ കിട്ടും കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ കോഴിക്കൊക്കെ കുറച്ച് ചോറൊക്കെ എടുത്തിട്ട്, കോഴിക്കളൊന്നും ഇല്ല ഇപ്പോൾ, താറാവുകൾ 3 താറാവുണ്ട്. അപ്പോൾ ഓരോന്ന് വിടുകയാണ്. അപ്പോൾ ഓർക്കുള്ള ചോറ് ഇന്നലത്തെ ബാക്കി ചോറും മക്കളെ ചോറും ഒക്കെ പാടുണ്ടാവുണ്ടോ കൊടുക്കാൻ. ഇതൊക്കെ ഞാനൊരു പാത്രത്തേക്കാണ് ഇട്ട് വെക്കും രാത്രി. അപ്പോൾ അതൊക്കെ ഒന്ന് രാവിലെ അവർക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കാടകൾ ഇപ്പോൾ കോഴിക്കൾ വല്ലാതൊന്നുമില്ല, മറ്റേത് കൂട് നിറയെ കോഴിക്കളായിരുന്നു കേട്ടോ. അപ്പോൾ കുറുക്കൻ പിടിച്ചിട്ടും നായ്ക്കൾ പിടിച്ചിട്ടും ചത്തിട്ടും ഒക്കെ കഴിഞ്ഞ് അപ്പോൾ ആകെ ഈ 3 താറാവ് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കോഴിക്കൂടൊക്കെ തുറന്ന് കൊടുത്തതിന് ശേഷം ഞാനിവിടെ പൊടിയൊക്കെ കുഴച്ചെടുക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പൊന്നൂസ് മദ്രസ വിട്ട് 8:30 വരുള്ളൂ കേട്ടോ. മനൂട്ടിന് പോകാനുണ്ട് 8 മണിക്ക്, 8:30 ഓനും പോവും, ആദ്യമോനും പോകാനുണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമ്മൾ പത്തിരിയൊക്കെ ഒന്ന് വേഗത്തിൽ ചുട്ടെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ചിക്കൻ അങ്ങോട്ട് വരട്ടും വേണം. ചിക്കൻ വരട്ടിയാൽ ഉച്ചക്കൊക്കെ ആയി, നമുക്ക് രാവിലെ ചായക്കടിക്കും ആയി. അതൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ റെഡിയാക്കണത്. ചിലപ്പോൾ അങ്ങനെയാണ് ഇറച്ചി അതുപോലെ മീൻകറിയൊക്കെ ആണെങ്കിൽ ഞാൻ ഉച്ചക്ക് മീൻകറി ആണെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ തന്നെ അങ്ങോട്ട് വെക്കും. എന്നാൽ പിന്നെ രാവിലെ കറിക്ക് എടുക്കുകയും ചെയ്യുക, ഉച്ചക്കും ആക്കുക. അതേമാതിരി തന്നെയാണ് കേട്ടോ ഇന്നും ചെയ്യണത്. പിന്നെ കുറച്ച് തേങ്ങയൊക്കെ പൊട്ടിച്ച് കൊണ്ടുവന്ന്, ഒരു തേങ്ങ പൊട്ടിച്ചു, അത് കേട്, അത് ഒഴിവാക്കി. 2ാമത്തെ തേങ്ങ പൊട്ടിച്ചു, കുഴപ്പമില്ല കേട്ടോ. ഇപ്പം ആണെങ്കിൽ തെങ്ങുമെന്ന് തേങ്ങയും തീരെ വികലില്ല കേട്ടോ. തേങ്ങ വെള്ളമുള്ളതൊന്നും കിട്ടണമില്ല, തേങ്ങ തീരെ കുറവാണ് ഇപ്പം അല്ലേ. ഇവിടെ ആണെങ്കിൽ ആ തേങ്ങക്ക് നല്ല ചിലവാണ് കേട്ടോ. കാരണം ദിവസം ഒരു തേങ്ങ കൊണ്ട് നമ്മൾ ചാറ് വെക്കും കേട്ടോ രാവിലെ ഉച്ചക്ക്. അപ്പോൾ ഇന്നലെ 2 നേരത്തെ ഉണ്ടാവുള്ളൂ. കറി നല്ലോണം കൂട്ടും മക്കളൊക്കെ. അപ്പോൾ കുമ്പളങ്ങക്കറിയും കറുമത്തിക്കറി ആയാൽ പിന്നെ പറയും വേണ്ട. അങ്ങനെ ഇതാ ഞാൻ മറ്റേ അടുപ്പത്ത് തന്നെ അങ്ങോട്ട് ഇറച്ചി ഇങ്ങോട്ട് വരട്ടി എടുക്കുകയാണ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉള്ളിയും തക്കാളിയും ഇഞ്ചി എല്ലാം നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ചിക്കൻ മസാലയും ഗരം മസാലയും കുറച്ചിടും. അങ്ങനെ അതാ ഞാനവിടെ ചട്ടിയിൽ പത്തിരിയും ചുട്ടെടുക്കണം. നല്ല തേങ്ങയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ പത്തിരി അങ്ങോട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് നമ്മളങ്ങ് ഇട്ട് കൊടുക്കാം. പണ്ടൊക്കെ പറഞ്ഞാൽ പൊടിയണീൻ്റെ ഇലയിൽ ഇങ്ങനെ കൈ കൊണ്ട് പരത്തിയിട്ട് ചുട്ടെടുക്കും. ആ പത്തിരിക്ക് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ.
പത്തിരി ചട്ടിയിൽ ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ ഇപ്പം എന്നും ഇങ്ങനെ പ്രസ്സും അങ്ങോട്ട് അമർത്തിക്കാണ്ട് ചുട്ടെടുക്കലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇല്ല. മറ്റേത് പൊടിയണ്ണിൻ്റെ ഇലയിൽ ഇങ്ങനെ പത്തിരി ചുട്ട് കൈകൊണ്ട് ഇങ്ങനെ പരത്തിയെടുക്കണ പത്തിരിക്ക് അത് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ ഇക്കാക്ക് എന്നൊരു പത്തിരി വേണമായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന അട്ടിക്കൊക്കെ ഇവിടെ എന്നും അതുപോലെ എന്താണ് ഇലയിൽ പരത്തിയ കട്ടിപ്പത്തിരി ഉണ്ടാവും. ഇപ്പം പിന്നെ അതൊന്നും ഇല്ല കേട്ടോ. പണ്ട് ആദ്യമൊക്കെ ഇക്കാക്ക് ഉണ്ടാക്കി, പിന്നെ ഇക്ക അപ്പോൾ വരാൻ നേരം വൈകും, ചിലപ്പോൾ രാവിലെ വൈകുന്നേരം നേരത്തൊന്നും വരില്ല, ചിലപ്പോൾ ചായക്കടിയൊന്നും തിന്നൂല, അങ്ങനെ മറന്നു പോയിട്ടത്. അപ്പോൾ അതാ പത്തിരിയൊക്കെ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. കറി അവിടെ ആവുന്നുണ്ട്. പത്തിരിയൊക്കെ ഏകദേശം ഓരോന്ന് ചുട്ടെടുക്കുന്നുണ്ട്. വലിയ കട്ടിയൊന്നും ഇല്ല കേട്ടോ, നല്ല സോഫ്റ്റ് പത്തിരിയാണ്, നല്ല വാട്ടി കുഴച്ചിക്കണം. അപ്പോൾ അതാണ് നല്ല സോഫ്റ്റ് പത്തിരിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്കൊരു പെടച്ചിലാണ് കേട്ടോ. പക്ഷെ എന്നാലും സ്കൂൾക്ക് മക്കളാണ് പറഞ്ഞയക്കുമ്പോൾ കുറച്ചൊരു ആശ്വാസം കിട്ടും കേട്ടോ. ആ നേരത്താണ് ഞാൻ എൻ്റെ വീഡിയോസ് എടുക്കലും വീഡിയോ ഷൂട്ട് ചെയ്യലും വീഡിയോ ടിപ്സ് ചാനലിൽ വീഡിയോ ഇടലും ഷൂട്ട് ചെയ്യലും അതുപോലെ തന്നെ അത് എഡിറ്റ് ചെയ്യാനിരിക്കലൊക്കെ ആ നേരം കേട്ടോ. പക്ഷെ നമ്മളെ പണിയൊന്നും കഴിയാറില്ല. പക്ഷെ മക്കളെ കൊണ്ട് സ്കൂൾക്ക് പറഞ്ഞതിന് ശേഷം എഡിറ്റ് ചെയ്യാനിരിക്കും ഒരു മണിക്കൂർ കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചോറും കൂട്ടാനും ഒക്കെ റെഡിയാക്കുള്ളൂ. കുട്ടികളുണ്ടാകുമ്പോൾ വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഒരു ഭയങ്കര ഒച്ചപ്പാടേക്കാരം, അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ടിയിട്ടും തിരക്കും കാര്യങ്ങളൊക്കെ ആയിക്കാരം. അപ്പം മക്കൾ സ്കൂൾ പറഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഇരിക്കൽ കുറച്ച് നേരം കേട്ടോ. അപ്പം അങ്ങനെ വെച്ചാൽ നമ്മളെ കറി ഇവിടെ റെഡി ആയിക്കണ്. കറി ഏതായാലും ഞാൻ വെള്ളമൊന്നും വെച്ചിട്ടില്ലായിരുന്നു, പക്ഷേ വായി വന്നപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ചെറുതായിട്ട് നിങ്ങൾ വറ്റിച്ചെടുക്കണം. അതല്ലെങ്കിൽ വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പത്തിരിക്ക് അങ്ങോട്ട് കറി വാർന്ന് കുഴച്ച് തിന്നോളും. അങ്ങനെ അതാ മക്കളെയും കൊണ്ട് പിന്നെ സ്കൂൾ ട്രിപ്പ് എടുക്കൂട്ടെ, USSൻ്റെ കുട്ടികളെ ട്രിപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലാണ് മനുവും ആദിമോനും ഒക്കെ പോലെ. ആദിമോ USS ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മക്കളെയും കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അവനൊക്കെ നീച്ച് എല്ലാവരും ചായ കുടിച്ചിട്ടില്ല. അച്ചു പിന്നെ നീച്ച് വന്ന അപ്പം തന്നെ ഒരു ഗ്ലാസ് ചായ കുടിച്ചു. 2 ഗ്ലാസ് കുടിച്ചാൽ പഠിച്ചോനെ ചായ പിരാന്തത്തിയാണത്. ഇതൊരു ചായ പിരാന്തനാണ് കേട്ടോ. പക്ഷെ ഇന്ന് രാവിലെ തന്നെ കുടിച്ചിട്ടില്ല. പോരെ ചാടിച്ചാ പോരെ. കട്ടിപ്പത്തിരി ഉണ്ട്, ചിക്കൻ്റെ കറി ഉണ്ട്, അടിപൊളിയാണ്. വായു പോരാ, നല്ല സോഫ്റ്റ് പത്തിരിയാണ്. എൻ്റെ അച്ചുട്ടി ഇപ്പം വന്നിട്ട് 2 3 തിന്നു. നമുക്ക് മാണ്ടെന്നോട് പറയില്ല. സൈക്കിളുമ്മ കൂടെ എന്തിനാ വരുന്നത്? അപ്പോൾ അതാ ഗൈസ്, നമ്മൾ അച്ചുട്ടി ഇനി ചായ കുടിച്ചിട്ടേ ചായ കുടിച്ചിട്ടില്ല കേട്ടാ. ഓള് ചായ കുടിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മാളുവാ, ഈ മാളും അമ്മച്ചിക്ക് പിച്ചിട്ടാണ് ചിക്കൻ്റെ കഷ്ണം എല്ലാം ആണോ ഉള്ളത്. ഒക്കെ കാല് വേണം ഗൈസ്, കാലില്ല മാളുമാ. കറി കുറച്ചല്ല, അതാ മുണ്ടൂല. ഇറച്ചി മാടി ഞാൻ എന്നെ കൊണ്ടുപോകില്ല. നമുക്ക് സ്ഥലത്തേക്ക് പോകണോ? വേപ്പുന്നൂട് രാവിലെ തന്നെ നീച്ച് കാണി ചായ കുടിച്ചു. പിന്നെ എങ്ങനെ ഓള് കടി തിന്നൂല്ലോ ഓള്. വാരി തരുന്നാല് കേട്ടാ. അപ്പോൾ 10 മണി നമ്മൾ ചായപ്പടയൊക്കെ കഴിഞ്ഞ് മനു പോയി, ആദ്യം പോയി. പിന്നെ ആദ്യം മോന് USSൻ്റെ ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇക്ക രാവിലെ ട്രിപ്പ് എടുക്കണം കേട്ടോ. രാവിലെ ഒരു 8:30 മണിക്ക് വണ്ടി എടുക്കും. അപ്പോൾ USSൻ്റെ കുറച്ച് കുട്ടികളുണ്ട് കൊണ്ടുപോകാൻ സ്കൂൾ ട്രിപ്പ്. അപ്പോൾ അങ്ങനെ അതിൽ ആദ്യമോനും പോവും. അങ്ങനെ ആദ്യമോൻ പോകുമ്പോൾ പിന്നെ മനുവിനെ ആ നേരത്തെ തന്നെയാണ് കൊണ്ടുപോകും. അങ്ങനെ ഒരു 2 പോയി. പിന്നെ അല്ലു എണീറ്റ് ചായ കുടിച്ചു. പൊന്നൂസ് അതാ മദ്രസ വിട്ട് വന്ന്, ഓള് രാവിലെ പോകണം, 8:30 വരെ ഉള്ളു മദ്രസ ഇട്ടാ. അത് കഴിഞ്ഞതിന് ശേഷം ഓള് വന്ന് ഓള് ചായയും കടിയായിട്ട് TV കാണാൻ പോയിക്കണം, ഓഫീസ് റൂമൊക്കെ പോയിക്കണം. പിന്നെ എൻ്റെ അച്ചൂട്ടി ഇതാ അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കണം കേട്ടാ. അപ്പോൾ അച്ചുട്ടിൻ്റെ പരിപാടികൾ നിങ്ങൾ കണ്ടില്ലെന്ന് കമൻറ്റ് കൊടുക്കുക. അച്ചുട്ടി നിങ്ങൾക്ക് ഡാൻസും പാട്ടൊക്കെ പാടിത്തന്നെ നമ്മൾ സ്വന്തം അച്ചുട്ടിയാണത്. ഓളെ ഡാൻസ് അല്ല കണ്ടുപിടി പറഞ്ഞോളാ. കണ്ടെല്ലാരും ചോദിച്ചോക്കെ. അങ്ങനെ ഞാനും ചായക്കടയൊക്കെ തിന്നിട്ടാ. ഞാൻ പിന്നെ ഒരു പത്തിരി അപ്പം തിന്നിട്ടുള്ളൂ. അപ്പോൾ ഭയങ്കര വിശപ്പ്. കുറേ ഒരു 5 മണി 5:15 എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര വിശപ്പ്. കട്ടൻ ചായ ഒന്നും പിന്നെ കുടിച്ചിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പഴിച്ചപ്പോൾ ഞാൻ ഒരു പത്തിരിയും കറി എടുത്ത് അതിൻ്റെ ഇടയിൽ മക്കൾ പോകണം ആ പടിയിൽ തിന്ന്. ഈ കാടമുട്ട വെറുക്കാനുണ്ട്, ചോറും കൂട്ടാനും ഉണ്ടാക്കാണ്ട്. നമ്മൾ പെണ്ണുങ്ങൾക്ക് എപ്പോഴാണ് ഒഴിവില്ലേ.
എന്നും രാവിലെ എണീറ്റാൽ പിന്നെ രാവിലെ അടിച്ചുതരാ, തുടക്കുക, പാത്രം മുറ, ചോറും കൂട്ടാൻ ഉണ്ടാക്കുക, കുട്ടികളെ വിടുക, സ്കൂളിൽ വിടുക, കുട്ടികളുണ്ടാക്കുക. ആ പരിപാടി തന്നെ ഡെയിലി ഉള്ളൂ. അപ്പോൾ ഇനി കുറച്ചുകൂടി വരാം. അപ്പം ഞാൻ ചായക്കടിയൊക്കെ അച്ചൂട്ടിക്ക് ചായയൊക്കെ കൊടുത്ത് ഓളൊക്കെ പറഞ്ഞയച്ച് ഒക്കെ ഡ്രസ്സായി ചേഞ്ച് ചെയ്ത് ഓളെ കുളിപ്പിക്കാനുണ്ട്, ഓളെ മാറ്റി കൊടുത്ത് ഓളെ ഒരുക്കാനും വിടാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇക്കാനെ വണ്ടി തന്നെയാണ് പോവുക, സ്കൂൾ ട്രിപ്പ് ഉണ്ട്. അപ്പോൾ ഇക്ക വരുമ്പോൾ ഇതിനൊക്കെ ഓളൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് കേട്ടോ. കുളിച്ചോ ഓള് കുളിച്ചൂല എന്നൊക്കെ പറയും, തണുക്കണുണ്ട് എന്നൊക്കെ പറയട്ടാ. പക്ഷെ ഓള് കുളി കഴിഞ്ഞ് ഓള് മുടിമ കൊമ്പ് കുത്തും, കുറേ ഇറുക്കികളുണ്ട്, കുറേ മുടിമ കുത്തി, അതൊക്കെ കുത്തി നല്ല സുന്ദരി പെണ്ണായിട്ട് ഓള് പോവാ. അപ്പോൾ നമുക്ക് ഇനി ഓള് പോണ നേരത്തെ വീട്ടിൽ കാണിക്കട്ടാ. അങ്ങനത്തെ മക്കളെല്ലാവരും സ്കൂൾക്ക് പോകാനൊക്കെ റെഡിയായി. അല്ലുട്ടിയൊക്കെ അതാ അങ്ങനെ മക്കളെയൊക്കെ സ്കൂൾക്ക് വിടാൻ വേണ്ടിയിട്ട് മുറ്റടിക്കാനൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. മുറ്റടിക്കാനൊക്കെ മക്കളാണ് സ്കൂൾക്ക് പറഞ്ഞതിന് ശേഷം മുറ്റടിക്കാനൊക്കെ ചിലപ്പോൾ ഇറങ്ങും. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രാവിലെ തന്നെ അടിക്കും ചെയ്യും കേട്ടോ. ഇന്ന് മുറ്റടിക്കാനൊന്നും ഇറങ്ങിയിട്ടില്ല, കുട്ടികളെ പറഞ്ഞയച്ചിട്ടാണ് ഇറങ്ങുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ അച്ചുട്ടി ഇതാ മാറ്റി മുടിമ കണ്ടില്ല നിറയെ കുത്തനട്ട സ്ലൈഡുകളും ഇറുക്കികളും. അങ്ങനെ ഇതാ മക്കൾ പോവാൻ നിൽക്കുകയാണ്. അങ്ങനെ എന്താ ഞങ്ങൾ അടുത്തുള്ള അടുത്ത മക്കളൊക്കെ ഇവിടുത്തെ വൈക്കാനെ വണ്ടിയിൽ തന്നെയാണ് പോവുക സ്കൂളിൽ കിട്ടാം. അതുപോലെ എല്ലാവരും വരുമ്പോൾ ഇവിടെ വന്നിരിക്കും, എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പോവലാണ്. സ്കൂൾ ട്രിപ്പ് അല്ല ഒരു വൈക്കാനെ വണ്ടിയിൽ തന്നെയാണ് പോണത്. അങ്ങനെ എല്ലാവരും കൂടി വണ്ടി സ്കൂൾക്ക് പോവാണ് കേട്ടോ. മക്കളങ്ങോട്ട് പോയാൽ പിന്നെ ഒറ്റക്കാവും. അപ്പോൾ ഇതങ്ങനെ മക്കളെല്ലാവരും സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇക്കാടെ ഫ്രണ്ടിൻ്റെ മോളെ കല്യാണമാണ്. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് ഒരുങ്ങിയതാണ്. മക്കളൊന്നും ഇല്ലാതെ ഉള്ള കല്യാണം ചിലപ്പോൾ ആദ്യമായിട്ടാവും കേട്ടോ. കുട്ടികളെ ആരെയും കൊണ്ടുപോകാതെ ഞാൻ ഇങ്ങനെ പരിപാടിക്കൊക്കെ പോണത് ആദ്യമായിട്ടാവും. ഇത്രയും കാലത്തിനടുക്ക മക്കളെല്ലാവരും സ്കൂളിൽ പോയിക്കണം. അപ്പം ഇക്ക പറഞ്ഞ കല്യാണത്തിന് പോയും പോരേന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പെട്ടെന്ന് തന്നെ റെഡി ആയതാണ്. പണികളൊക്കെ കഴിഞ്ഞ് ചോറ് മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇനി കൂട്ടാനൊക്കെ ഇനി വൈകുന്നേരത്തിന് ഉണ്ടാക്കണം. പിന്നെ മക്കൾക്ക് സ്കൂളിൽ വരുമ്പോൾ എന്തെങ്കിലും ചായക്കടി ഉണ്ടാക്കി കൊടുക്കണം. ചിക്കൻ കറി ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതാ ഞങ്ങൾ കല്യാണത്തിന് പോകാനായിട്ട് ഇക്കാനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ കൂട്ടാതെ ആദ്യമായിട്ട് പോണ കല്യാണമാവും. ആരെങ്കിലും ഒരാളിൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. നമ്മൾ അച്ചൂട്ടിയെങ്കിലും എന്നും ഉണ്ടാവും. ഇത് അച്ചൂട്ടിയില്ല, പൊന്നുമില്ല, ആരും ഇല്ലാണ്ട് ജാതി ഒറ്റയ്ക്ക് എവിടേക്കും പോവാത്തതുകൊണ്ട് മക്കളില്ലാണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ടില്ല, ഇതാദ്യമായിട്ടാണ്. അപ്പോൾ എന്തോ പോലെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ടാക്കുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാ വരാം. ഇതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കണം കേട്ടോ. ഓക്കെ, ബൈ.